വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ ഡിവൈഡറിൽ ഇന്നോവ കാറിടിച്ച അപകടം. പുലർച്ചെ ഏകദേശം 1 മണിയോടെയായിരുന്നു സംഭവം. കൊപ്പം മുളയങ്കാവ് സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകുന്നതിനിടെ ഡ്രൈവർ സിഗ്നൽ ബോർഡ് കാണാതെയായിരുന്നു ഡിവൈഡറിലിടിച്ചത്. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന സ്ത്രീക്ക് തലയ്ക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ആവശ്യമായ തുടർ നടപടികൾ ആരംഭിച്ചു. വളാഞ്ചേരി നഗരപരിധിക്കുള്ളിൽ ഡിവൈഡറുകളിലേക്കുള്ള വാഹന ഇടികൾ നിത്യസംഭവമായി കൊണ്ടിരിക്കുകയാണ്. രാത്രികാല ദൃശ്യമാനത കുറവായതും മതിയായ സിഗ്നൽ ലൈറ്റുകൾ ഇല്ലാത്തതും മുന്നറിയിപ്പ് ബോർഡുകൾ താൽക്കാലികമായി സ്ഥാപിച്ചിരിക്കുന്നതുമാണ് പ്രധാന കാരണം. ടീം വളാഞ്ചേരി വെച്ച താൽക്കാലിക സിഗ്നൽ ബോർഡ് ഒഴിച്ചാൽ ദൂരയാത്രക്കാരെ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനങ്ങൾ ഇല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. വളാഞ്ചേരി നഗരത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ നടപ്പാത കട്ടവിരിക്കൽ, വ്യാപാരികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന കമ്പിവേലികൾ എന്നിവ ചെയ്തെങ്കിലും സുരക്ഷാ സൗകര്യങ്ങളിൽ മുനിസിപ്പാലിറ്റി പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നൂറുകണക്കിന് വാഹനങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലായി ഈ ഡിവൈഡറുകളിലിടിച്ച് കേടുപാടുകൾ സംഭവിക്കുകയും വാഹന ഉടമകൾക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വളാഞ്ചേരിയിൽ വികസനം എന്ന പേരിൽ ഉദ്ഘാടനങ്ങൾ നടത്തുമ്പോൾ ഈ അപകടങ്ങൾ കാണാൻ മുനിസിപ്പാലിറ്റിക്ക് കഴിയുന്നില്ലേ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. നഗരത്തിൽ വാഹനങ്ങൾ സഞ്ചാരത്തിന് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പൂർണ്ണമായ ലൈറ്റിംഗ് സംവിധാനവും സ്ഥിര സിഗ്നൽ ബോർഡുകളും ഉടൻ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്. ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണ്ണയിക്കുന്നത് അമ്പയർ അല്ല, എംപയർ തന്നെ. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.